പ്രോസിക്യൂഷൻ മുമ്പാകെ കുറ്റവാളികൾ കുറ്റം സമ്മതിച്ചതിനാൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആക്ട് പ്രകാരം 16/1 അനുസരിച്ച് കുറ്റവാളികൾ പ്രായപൂർത്തിയാകുന്നതുവരെ ദുർഗുണ പരിഹാര പാഠശാലയിൽ അയക്കുവാൻ ഈ കോടതി ഉത്തരവിടുന്നു. നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി, എനിക്ക് എന്റെ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. പാണ്ഡി പറയുന്ന കേക്ക്. നമുക്കാരേലും കൊന്നോ കൊള്ളയടിച്ചോ ഒത്തിരി കാശുണ്ടാക്കണം. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്ന പോലെ സമ്പാദിക്കാൻ ഞാനില്ല. ഇങ്ങോട്ട് നോക്ക്, ഇത് നമ്മുടെ നാടാ. ഇവിടെ ചെയ്യാനല്ല പറഞ്ഞത്. നാട് വിട്ടേക്കാം. അവിടെ പോയാ ആരറിയാനാ? അപ്പൊ ഇതാണോ നിങ്ങളുടെ തീരുമാനം? അതെ. അതേടാ പാണ്ഡി. അത് പോട്ടെ, ഞാൻ നിങ്ങളുടെ കൊടുത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. ഓർത്തോ പാണ്ഡി, നീ എന്നെങ്കിലും ഒരു ദിവസം ഞങ്ങളെ തേടി വരും. എടാ പാണ്ഡി, എടാ ആര് തോറ്റാലും നീ വേണം എനിക്ക് തരാൻ. അത് മുൻപേ തന്നേരെ. ഡാ, നിനക്ക് വീഴാതെ പുറകോട്ട് നടക്കാൻ പോലും അറിയത്തില്ലടാ. പിന്നെ നീയൊക്കെ ഇനി അങ്ങനെ ജീവിക്കാനാടാ? ഡാ ദോരേ, എന്താടാ പിണങ്ങിയോ? അത് വിടറാ, ഇവനോ ശരിക്കും കണ്ണ് കാണത്തില്ല. എന്നിട്ട് ഇവൻ പൂച്ചക്കണ്ണാന്ന് നിന്നെ വിളിക്കുന്നു. എന്നാ ഇത് പിടിക്ക്, വാ നമുക്ക് പോകാം. ഒന്ന് വാടാ. അമ്പലത്തെ ഉത്സവം വരട്ടെ, നിനക്ക് ഞാൻ അരിയുണ്ടയുടെ കട തന്നെ ഇട്ട് തരാം. ഓക്കെ ആണോ? ഇപ്പം സന്തോഷമായടാ അരിയുണ്ട ദോരേ? എന്താടാ? എന്താന്ന് വെച്ചാ? എടാ എന്തിനാണ് ചെളിവെള്ളം തെറിപ്പിച്ച? ചെളി ഞാവുന്നല്ല തെറിപ്പിച്ചേ. നിങ്ങൾ വന്നപ്പോ ചെളി തെറിച്ചതാ തന്നെ. ചെളി എങ്ങനെയാ തെറിക്കുന്നെന്ന് ഒരു പ്രാവശ്യം കൂടെ കാണണോ നിങ്ങക്ക്? ഇന്നെയാണല്ലോ അടിച്ചത്. ശരിയാക്കൂടാ. ഇടിച്ച് നിന്റെ എന്നുണ്ടല്ലോ. ഇടിച്ച് നിന്നെ ഞാൻ ശരിയാക്കൂടാ. നിക്കടവിടെ, നിക്കടവിടെ, നിക്കടാ. എങ്ങോട്ടാ ഓടുന്ന നീയോ? ഈയിടെയായിട്ട് ഈ വീട്ടിലുള്ള എല്ലാ ജോലികളും എന്റെ തലയിലാ. എടി കൈ കൊണ്ട് തൊടാതെ എരിയും. പോ അങ്ങോട്ട്. ഈ മുളകിനകത്തെങ്ങാനും വീണാലുണ്ടല്ലോ ഇത് മുഴുവൻ അരിച്ച് ഞാൻ തലേ കലക്കും. പറഞ്ഞേക്കാം. എന്താ അയൽപ്പക്കത്തുള്ളവരെ കേൾക്കുന്നുള്ള വിചാരമാണോ? നാട്ടുകാർക്കെല്ലാം നിങ്ങളെ കുറിച്ച് അറിയാമല്ലോ. മനുഷ്യനാണെങ്കിൽ ദിവസം മുഴുവൻ തിന്നുകൊണ്ടിരിക്കുവോ? പൊണ്ടാരടങ്ങനെ ഇങ്ങനെ തിന്നു മുടിക്കോ? ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടന്നാലേ വളർന്ന് വലുതായി കഴിയുമ്പോ ആനപ്പുറത്താണ് സവാരി ചെയ്യാ. അങ്ങനെ പോകാനോ യോഗമെങ്കിൽ ഉറപ്പായിട്ടും പോകും. സുസി ഇങ്ങോട്ട് വാ. എടി അവിടെ ഇരിക്കടി. ഇതിന്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. അതെ എന്താ സരോജേ? അച്ഛാ, അച്ഛാ. എന്താ മോനെ? ഒരു കഥ പറഞ്ഞതാ അച്ഛാ. പറയാം. ഒന്നിനും കൊള്ളാത്ത ഒരു കട്ടബൊമ്മന്റെ കഥ പറഞ്ഞ പോലെ അയാളുടെ കാര്യം. അമ്മയില്ലാത്ത ചെറിയ കുട്ടിയെ
അവൻ്റെ അച്ഛൻ അവൻ ഒരുപാട് സ്നേഹത്തോടെ വളർത്തി. അത് കഴിഞ്ഞ് പിന്നെന്താണെന്നറിയോ, നാടോടി പോയി നിൽക്കട വരും. അവൻ്റെ അച്ഛൻ നല്ലൊരു കർഷകനാണ്. ഉം, എല്ലാ വർഷത്തിലും അല്പമെങ്കിലും ലാഭം കിട്ടുമെന്ന് വിചാരിച്ച് കടം മേടിച്ച് കൃഷി ചെയ്യും. ഉം. പാവം, അവസാനം അയാൾക്ക് നഷ്ടം മാത്രമേ ഉണ്ടായുള്ളൂ. എന്നാലും അയാൾ അതേക്കുറിച്ച് ഓർത്തൊന്നും വിഷമിച്ചില്ല. ആ വർഷം അദ്ദേഹം ഒത്തിരി സ്ഥലങ്ങൾ പാട്ടത്തിനെടുത്ത് വീണ്ടും കൃഷി ചെയ്തു. ഉം. അതിനകത്ത് കരിമ്പ്, ചോളം, മഞ്ഞൾ, അങ്ങനെ ഒത്തിരി കൃഷിയുണ്ട്. ചേട്ടനാണെങ്കിൽ അത് ലാഭത്തിന് വിൽക്കും. എന്നിട്ട് അനിയനോട് വന്ന് പറയൂ എല്ലാം നഷ്ടത്തിലായി പോയെന്ന്. അത് കേട്ട ഉടനെ അനിയനും അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കും. സരോജെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ തന്നെ പറ. നീ ഒന്നും ചെയ്യണ്ട. അച്ഛാ, അച്ഛനെ കുറിച്ച് തന്നെയാണോ പറയുന്നത്? കഥ പറയാൻ പറഞ്ഞാൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറയുന്ന മാത്രം ഒന്ന് കേട്ടാ മതി. നീ പറ സരോജെ. ഇതുവരെ ചെയ്ത ചെലവുകളൊക്കെ എന്താ, അതിൽ കിട്ടിയ ലാഭം എന്താണ്, അതിൽ എന്റെ പങ്ക് എന്താണെന്നൊന്ന് തുറന്ന് ചോദിക്ക്. ഇത്രയും വർഷവും സ്ഥലത്തിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നഷ്ടമായാലും ലാഭമാണെങ്കിലും നമുക്ക് വേണ്ടതൊക്കെ തരുന്നുണ്ടല്ലോ സരോജെ. ആഹാ, വെറുതെയാണോ തരുന്നേ? കുടുംബസ്വത്ത് പണയപ്പെടുത്തിയിട്ടല്ലേ അങ്ങോട്ട് തരുന്നത്. മോനെ പാണ്ടി, നീ വേണേ നോക്കിക്കോ, നിന്റെ അച്ഛൻ നിന്നെ എത്ര വലിയ ആളാക്കി മാറ്റുമെന്ന്. നിങ്ങളെക്കുറിച്ച് എനിക്ക് ഓർത്ത് ഒരു വിഷമവും ഇല്ല. എവിടെയെങ്കിലും പോയി തൊലഞ്ഞോ. പക്ഷെ ദേ ഒന്നിനെ പെറ്റുവെച്ചിരിക്കുന്നില്ലേ, അതിനെങ്കിലും എനിക്ക് നന്നായി നോക്കണം. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ ഭാഗം എന്തെങ്കിലും കേൾക്കേണ്ടി വരും. അവിടെ നിപ്പുണ്ട്. ചേട്ടാ നമസ്കാരമുണ്ട്. വാടോ വാടോ. എന്താടോ കാശ് മേടിച്ചാ തിരിച്ചു തരണമെന്ന് അറിയത്തില്ലേ? അറിയാൻ ചേട്ടാ, വിളവ് പാകമാകാൻ താമസിച്ചു. ഇന്ന് തീയതി എത്രയാണെന്ന് നിനക്കറിയാമോ? ഓർമ്മയുണ്ട്, കുറച്ച് സമയം ഈ കൊടുത്തു. പരിപാടിയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇത് നിനക്കുള്ള അവസാനത്തെ താക്കീതാ. വെള്ളിയാഴ്ച തന്നെ കിട്ടിയില്ലെങ്കിൽ കൊന്നുകളയും തന്നെ. വാടാ. അത് ചെന്ന് ചോദിക്കാൻ പറഞ്ഞില്ലേ? നിങ്ങൾ ചോദിക്കുന്നുണ്ടോ അതോ ഞാൻ ചോദിക്കണോ? അങ്ങോട്ട് പോകാൻ പറഞ്ഞില്ലേ? ചേട്ടാ, നമ്മുടെ കണക്കിന്റെ കാര്യമൊക്കെ എന്തിനു കണക്ക്? നിങ്ങൾ ഇത് കുടിക്കേ, ഞാൻ ചോദിച്ചോളാം. ഇന്ന് കിട്ടും നാളെ കിട്ടുമെന്ന് പറഞ്ഞ് എത്ര വർഷം കാത്തിരിക്കുക? എന്താ ഉദ്ദേശിക്കുന്നത്? ഓരോ പ്രാവശ്യം കൃഷി ഇറക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് ഇറക്കുന്നത്. എന്നാൽ വിളവെടുപ്പ് കഴിഞ്ഞത് എല്ലാം നഷ്ടമായെന്നാ പറയുന്നത്. ഇനി ഞങ്ങളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞ ഇതുവരെ കിട്ടിയ വരവിന്റെയും ചെലവിന്റെയും കണക്ക് ഞങ്ങൾക്ക് അറിയണം. ഈ വർഷം വിളയുന്ന വിളവിന്റെ പകുതി കിട്ടുകയും ചെയ്യണം. ഓഹോ, കാര്യങ്ങൾ അത്രത്തോളം എത്തിയല്ലേ? എടാ, എന്ത് ലാഭനഷ്ടം വന്നാലും അത് ഞാൻ തന്നെയല്ലേ അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? അങ്ങനെ തരുന്നതും തിന്നോണ്ട് ഒരു അടിമയെ പോലെ ഇവിടെ കഴിയാൻ പറ്റില്ല ഞങ്ങൾക്ക്. ഞങ്ങൾക്കൊരു പെൺകുട്ടിയുണ്ട്, അതിന് നാളെ എന്തെങ്കിലും സമ്പാദിച്ചു വെക്കണം. ശരി, വിളവെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരുടെയും വീതം തന്നേക്കാം. പക്ഷെ അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം ഓർത്തോണം. നമ്മുടെ 50 ഏക്കർ സ്ഥലം ബാങ്കിൽ പണയം വെച്ച് അവിടെ നിന്ന് മേടിച്ച പൈസ കൊണ്ടാണ് നമ്മൾ കൃഷി ഇറക്കിയിരിക്കുന്നത്. ചിലപ്പോൾ ലാഭമായിരിക്കും, ചിലപ്പോൾ നഷ്ടമായിരിക്കും. എല്ലാം ഭൂമി തന്നെയല്ലേ ചെലവാക്കുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഇതുവരെ വാങ്ങിയ കടത്തിന് എത്ര രൂപ പലിശ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്കറിയാവുന്ന എല്ലാം ലാഭത്തിന്റെ കണക്ക് മാത്രമേ ഉള്ളൂ. മണ്ണിൽ രക്തം വെള്ളമാക്കി പണിതുകൊണ്ടിരിക്കുക. എന്നെങ്കിലും ഒരു ദിവസമെങ്കിലും നീ അവിടെ പണിതിട്ടുണ്ടോടാ? കണക്ക് ചോദിക്കുന്നു, കണക്ക്. ഞാൻ അന്നേരെ പറഞ്ഞല്ലേ സരോജെ. മുതലാളി, കഥ തുറക്കും മുതലാളി, 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 കഥ തുറക്കും മുതലാളി. എന്താടാ മണിക്കം, എന്തു പറ്റി? കാട്ടാണ് കൂട്ടം നമ്മുടെ കരിമ്പ് കൃഷി മൊത്തം നശിപ്പിച്ചു മുതലാളി. അയ്യ, എല്ലാം പോയി മുതലാളി, മുതലാളി, എല്ലാം പോയി മുതലാളി. എന്റെ ദൈവമേ, എന്റെ കഷ്ടപ്പാടെല്ലാം വെറുതെ ആയല്ലോ. എങ്ങനെ ഞാൻ എന്റെ കടമെല്ലാം വീട്ടും?
ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ചെയ്യേണ്ടതൊക്കെ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. എൻ്റെ എല്ലാം പോയി, എല്ലാം പോയി, എല്ലാം പോയി. എടാ അനിയ, എനിക്ക് ഇനി ഒന്നും വേണ്ട. എല്ലാം നിങ്ങൾ തന്നെ എടുത്തോ, എല്ലാം എടുത്തോ, എല്ലാം കുശുമ്പ് എടുത്തോ. കുത്തി നിറച്ചിട്ട് വാ തുറന്ന മുരുകാന്നും വിളിക്കും. ആ മുരുകന് പോലും ഇഷ്ടപ്പെടാതെ ഉള്ളതെല്ലാം കൊണ്ടുപോയി കളഞ്ഞില്ലേ? നീ സത്യ പറഞ്ഞ സരോജം, മുരുകന് ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പാണ്ഡ്യ, ഇത് കണ്ടോ, നിനക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ടയും ചിക്കനും നിനക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. മോനെ, എന്തിനാ അച്ഛാ കള്ളു കുടിച്ചേ? തെറ്റാടാ. ഇന്നിച്ചിരി കൂടുതൽ കഴിച്ചു. എന്നാന്നറിയാവോ, അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. സത്യം പറയാച്ചാ, എന്തു പറ്റി? അതോ, അത് വിട്ടേരെ. പൊറോട്ടയും ചിക്കൻ കറിയും ഉണ്ട്. കഴിച്ചിട്ട് ഉറങ്ങിക്കോ. മോനെ, കഴിക്ക്. അച്ഛനും മോനും ഇനിയും നേരം വെളുത്തിട്ടില്ല. അതെ, ഇങ്ങനെ പല്ല് തേച്ചോണ്ട് ഇവിടെ തന്നെ ഇരുന്നാ മതി. എപ്പോഴാ തീർക്കുന്നേ? എടാ പാണ്ടി, 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 എന്തു പറ്റി സരോജ? അച്ഛാ, അച്ഛാ, അച്ഛാ. എങ്ങനെയുണ്ട് ഡോക്ടർ? ഇപ്പൊ കുഴപ്പമില്ല. വിഷവതി ഏൽക്കാത്തതിനാൽ രക്ഷപ്പെട്ടു. പക്ഷേ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ദുരന്തം താങ്ങാൻ അവന് കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അവന്റെ ഭാവിയെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കേ? അച്ഛാ, അച്ഛാ, ചിറ്റപ്പ, ഈ കാണുന്ന ചാരമാണ് എൻ്റെ അച്ഛൻ. ചിറ്റപ്പ, പറ ചിറ്റപ്പ, എൻ്റെ അച്ഛൻ എന്ത് പറ്റി ചിറ്റപ്പ? അച്ഛാ. പശുവും ചത്തും മോരിലെ പുളിയും പോയില്ലേ? ഇനി എന്ത് ചെയ്യാൻ പോവാ? ഞാൻ എന്ത് ചെയ്യാനാ സരോജ? ബാങ്കിൽ ചോദിച്ചോ പലിശ അടച്ചില്ലെന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കം പറഞ്ഞ ബാങ്ക് ജപ്തി ചെയ്യും ഈ വീട്. ഇത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടായിട്ട് നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്തു തന്നു. അതെന്താ സരോജെ? എന്തോന്നാന്നോ, നിങ്ങളുടെ ചേട്ടനെ പോലെ കൃഷി ഇറക്കാതെ വീട്ടിൽ കയറി ഇരുന്നില്ലേ? അതാണ് കാര്യം. അങ്ങനെ എങ്ങാനും ആയിരുന്നാലുണ്ടല്ലോ
ഞാനും എൻ്റെ മോളും പിന്നെ അവരെ പോലെ തൂങ്ങിച്ചാണ്ട് വന്നേനെ. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് എൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാ. സരോജ, പിന്നെ അവനെയും കൂടെ വെച്ച് ഇവിടെ തന്നെ കഴിയാനാണോ ഭാവം? അവനെ എന്ത് ചെയ്യാൻ പോവാ? കഴിക്കടി. അത് നീ തന്നെ പറ സരോജ. ഓ, അതും എന്നോട് ചോദിക്കുകയാണല്ലേ. അവന്റെ പഠിത്തവും കിടത്തവും ഒക്കെ ദൂരെ കളഞ്ഞിട്ട് എന്റെ കൂടെ വന്നാൽ ഞാൻ എന്റെ ചേട്ടന്റെ കോഴിക്കട കൊണ്ട് നിർത്താം. അച്ഛനോ ഒരു ഗതിയില്ലാതെ പോയി. മകനെങ്കിലും ജീവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലാതെ വെറുതെ അവനെ ഇവിടെ ഇരുത്തി ചോറും കറിയും വെച്ചു കൊടുക്കാനാണോ ഭാവം? കുറേ ചോക്ലേറ്റ് മേടിച്ച് തിന്നുന്നതും കുറേ പലഹാരം മേടിച്ച് കഴിക്കുന്നതും എല്ലാം സാധാരണമാണ്. പക്ഷേ അത് തെറ്റായ മാർഗത്തിലൂടെ ആവരുത്. ഇതെന്തിനാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കൂളിന് അപമാനകരമായി ഒരു മോഷണം നടന്നിരിക്കുന്നു. നമ്മുടെ ഓഫീസിൽ നിന്ന് ഒരു വലിയ തുക കാണാതെ പോയിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ ആരോ ഒരാൾ എടുത്തിട്ടുണ്ട്. അതാരാണെങ്കിലും ശരി, കുറ്റം സമ്മതിച്ച് കാശ് എൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചാൽ അവരെ ശിക്ഷിക്കാതെ പറഞ്ഞങ്ങ് വിടും. ശരി, എടുത്തത് ആരാണെന്ന് മറ്റുള്ളവരാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോട് രഹസ്യമായി വന്ന് പറഞ്ഞാൽ അവരെ പ്രശംസിച്ച് അയാൾക്ക് എൻ്റെ വക പാരിതോഷികം നൽകുന്നതാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? നീ പറഞ്ഞത് സത്യമാണോ? നേരാ സാർ ഞാൻ പറയുന്നത്. ഞാൻ മാത്രമല്ല, ഇവരെല്ലാരും കണ്ടതാ സാർ. അതെ സാർ, ഞങ്ങൾ ലൈബ്രറിയിലേക്ക് പോകുമ്പോ അവരകത്ത് പോകുന്ന ഞങ്ങൾ കണ്ടതാ സാർ. ഞങ്ങൾ എന്താന്ന് നോക്കിയപ്പോ പൈസ എടുത്ത് ദൊറയുടെ ബാഗിലോട്ട് വെക്കുമായിരുന്നു സാർ. അങ്ങനെയോ? അതെ സാർ. ദൊരേ, നിന്റെ ബാഗ് ഒന്ന് തുറന്നു കാണിച്ചേ. തുറക്കടാ. കള്ളം പറഞ്ഞല്ലേടാ? കള്ളം പറഞ്ഞ് പഠിക്കോടാ നീ. പൈസ മോഷ്ടിച്ചിട്ട് നീ കള്ളം പറഞ്ഞല്ലേടാ? നീ ആവർത്തിക്കോടാ നീ. ഞാൻ സ്കൂളിൽ വന്നേക്കുന്നല്ലേ? ആരടാ കള്ളൻ? ആരാന്ന്? ആരടാ? നമുക്ക് വരെ പിന്നീട് നോക്കാം. ആദ്യം കൊടുക്കേണ്ടത് വേറെ ആളെയാ. സത്യം അറിയാതെ അയാളല്ലടാ അടിച്ചേ. ആദ്യം അയാളെയാ നമുക്ക് തല്ലണ്ടേ. ചാർലി, പ്രോസിക്യൂഷൻ മുൻപാകെ കുറ്റവാളികൾ കുറ്റം സമ്മതിച്ചതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആക്ട് 16/1 പ്രകാരം കുറ്റവാളികൾ പ്രായപൂർത്തിയാകുന്നതുവരെ അവരെ ദുർഗുണ പരിഹാര പാഠശാലയിൽ അയക്കുവാൻ കോടതി ഉത്തരവിടുന്നു.
ചേട്ടാ ഒരു 2 കുപ്പി ഇപ്പൊ എടുക്കാം. രണ്ടെണ്ണല്ലേ? ആ മുരുകേശ, നീ അല്ലടാ എനിക്ക് താരാൻ തന്നെ. അച്ചാറ് നിന്റെ കാർന്നവരെ കൊണ്ട് തരുവാടാ. കൊണ്ടുപോടാ. ഇത് അയാളുടെ കൊടു. നീ അറിഞ്ഞോ മേലെ മാനത്ത് ആപ്പുകൾ തുറന്നു നിന്നെന്ന്? നമസ്കാരം മാണിക്കൻ ചേട്ടാ. ആരാ നീ? നിങ്ങളുടെ മുതലാളി ചിന്നയ്യയുടെ മകൻ പാണ്ഡ്യയാണ് ഞാൻ. മോനെ മോനെ പാണ്ഡ്യ, എന്റെ മുതലാളി മോൻ പാണ്ഡ്യയാണോ? എന്ത് പറ്റി ചേട്ടാ? അയ്യോ എന്റെ ദൈവമേ, നിന്നോട് ഞാൻ ആരായിരുന്നു ചോദിച്ചോ? എന്നോട് ക്ഷമിക്കൂ മോനെ. അതെങ്ങനെയാടാ പോട്ടെന്ന് വെക്കുന്ന മോനെ? നീ ജയിലിൽ കിടപ്പോ എനിക്ക് നിന്നെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ മോനെ. അയ്യോ എനിക്ക് നിന്നെ മനസ്സിലാകാതെ പോയല്ലോ മോനെ. ക്ഷമിക്കും മോനെ. ചിറ്റപ്പനോടാന്ന് പറ. നിങ്ങളുടെ വീട് ജപ്തി ചെയ്ത് കഴിഞ്ഞ ഉടനെ നിന്റെ ചിറ്റപ്പനെ വിളിച്ചോണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. എന്റെ ദൈവമേ, എനിക്ക് നിന്നെ തിരിച്ചു വരാൻ പറ്റാതെ പോയല്ലോ മോനെ. ദൈവമേ, നിനക്ക് വീടില്ല, നിന്ന് വിഷമിക്കണ്ടടാ പാണ്ടി. എനിക്കുണ്ടടാ വീട്. അത് നിന്റെ വീട് തന്നെയാടാ. എന്നാ മോനെ നീ ആലോചിക്കുന്നേ? എന്റെ വീട് വലിയ വീടാടാ. വലുതായിട്ട് വളർന്നിട്ടുണ്ട്. നിനക്കവിടെ ആരുടെ ഒരു ശല്യമില്ല. സുഖമായിട്ട് കഴിയണം മോനെ. വാ പോവാം. വീട് പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കണ്ടവനൊക്കെ വിളിച്ചോണ്ട് വന്നിട്ട് കുടിച്ച് നാണം ഇല്ലാതെ കിടക്കുവല്ലേ? മോനെ നീ ഏതാ? മറന്നോ താൻ? ഇവരാരാന്ന് നിനക്ക് അറിയാവോ? ആരാന്ന് എനിക്കറിയാം. ഇന്നലെ ഓസിയിൽ നിങ്ങൾക്ക് കുടിക്കാൻ ചാരായം വാങ്ങിക്കുന്ന ആളല്ലേ? ഇവൻ നമ്മുടെ ചിന്നയ്യ മുതലാളിയുടെ മകനാ. മോനെ തെറ്റിദ്ധരിക്കില്ലേടാ. ഇത് എന്റെ മൂത്ത മോള് ചെമ്പകം, വലിയ ദേഷ്യക്കാരിയാ. ഇതെന്റെ രണ്ടാമത്തെ മോള് ചന്ദ്രിക. 8ാം ക്ലാസ് 2 വർഷം പഠിച്ചത് കൊണ്ട് ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞ് വീട്ടിലെത്തിയിരിക്കുക. ശരി പാണ്ടി, നീ ആ കാണുന്ന ഷെഡിനകത്ത് പോയി താമസിച്ച കേട്ടോ. അവിടെയോ? നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിക്കാന്ന് പറഞ്ഞില്ലേ വിളിച്ചോണ്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞു. അതൊന്നും ശരിയായാലും പാണ്ടി, നീ അവിടെ പോയി തങ്ങിക്കോ. അവിടെ പരമേശ്വരൻ എന്ന് പറഞ്ഞ റൗഡി സ്ഥിരം ചീട്ട് കളിക്കാൻ വരുന്നുണ്ട്. അവനെ മാത്രം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ആരാത്? പുതിയ ആളാണോ? ആരാടാ നീ? ശിവൻ, പരമശിവൻ. ഈ പരമശിവൻ അറിയാതെ ഈ നാട്ടില് ഒരു ഈച്ച പോലും പറക്കില്ല. ഞാൻ ഈച്ചയല്ല, കാക്കയല്ല. എന്താണ് ഈ ഒച്ചേട്ടെ? ആശാൻ തകർത്തല്ലോ. നിന്റെ ഒറ്റടി കൊണ്ട് തന്നെ എനിക്ക് നിന്റെ പവർ മനസ്സിലായി. ഇനി വീണ്ടും എന്നെ തല്ലാൻ നിൽക്കരുത്. ചിലപ്പോൾ ചത്തുപോവും. വെറുതെ കൊലക്കേസിലകത്ത് പോവാൻ നിൽക്കണ്ട. ഇതുപോലെ ചെറിയ റൗഡിസം കാണിച്ചിട്ടാ ഞാനിവിടെ നാട്ടിൽ പിടിച്ചു നിൽക്കുന്നത്. അതില്ലാതാക്കരുത്. പറഞ്ഞതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ. വാടാ, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെയല്ലേ ഇവരെ സഹായിക്കണ്ടേ. പഴനി, തല്ല് പിടിച്ച് പരിചയപ്പെട്ട 2 പേര് അവസാനം വരെ പിരിയില്ലാന്ന് ആശാൻ സാത്തപ്പൻ പറഞ്ഞിട്ടുണ്ട്. സാത്തപ്പനോ? അതാരാ ആശാനെ? എടാ, നീ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ സാത്തപ്പനെ മനസ്സിലായില്ല. എടാ പാണ്ടി, നിന്റെ കഥ കേട്ടിട്ട് കരഞ്ഞുകൊണ്ടാ ഞാനിവിടെ വന്നേ. എപ്പോ പരമശിവൻ നിന്റെ കൂടെ കൂടിയോ അതോടെ നിന്റെ സങ്കടങ്ങളൊക്കെ പോവും. പാണ്ടിന് ഇനി മുതൽ നിങ്ങൾ ചേട്ടനെ പോലെ കാണണം. നീ കുടിക്കേ പറ്റാവട്ടെ. എന്താ പാണ്ടി നിനക്കൊരു സംശയം പോലെ? പരമശിവൻ നേരം വെളുക്കുന്നവരെ സംസാരിക്കും, പക്ഷെ വിഷം കൊടുത്ത് കൊല്ലില്ലെന്ന്.
പരമശിവൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി നീ ഇവിടുന്ന് എങ്ങും പോണ്ട, ഇവിടെ തന്നെ കൂടിക്കോ. ഞാൻ എവിടെ പോകാനാ ചേട്ടാ? ഇവിടെ തന്നെ ജീവിക്കണം. എന്റെ അച്ഛനെ പോലെ നന്മ ചെയ്ത് ജീവിക്കണം. മുടിയാട്ടം കൊതിച്ചവാനം മയിലുപോലെ വിരിഞ്ഞ നേരം ഉച്ചവയിൽ കണ്ണിലുദിക്കോ കാട്ടുതീയായി കത്തിച്ചൊലിക്കോ. ചെക്ക ഓടി വാടാ. വെയിലളവ് മണ്ണിലാടടാ തകതാ, പൂളി മണ്ണുണർത്തിയാടടാ തകതാ, തപ്പ് താളമിട്ടു തുള്ളടാ തകതാ, ചുമ്മാ ചോട് വെച്ചു തുള്ളടാ തകതാ. ഊരിപ്പോയ സൈക്കിൾ ടയർ പഞ്ചറെന്ന് ചൊല്ലുമേ, ചുറ്റി വന്ന ബുദ്ധി ഇത് എല്ലാവർക്കും ഇല്ല. കൂട്ടായി പാഠമൊന്നു കേറുകില്ല ഉള്ളിലേക്ക്, ഇരുന്നും കിടന്നും ഇന്നു പട്ടം പറത്തും. ഏത് കക്ഷിയാകിലുമേ പാട്ടിലിന്ന് ഏതിലുമേ പട്ടുപോലെ മിന്നിടുമൊരാട്ടമാടുമേ. എന്തിനിത്ര മോടിയേറും അമ്മ, തോട്ടമേകി എല്ലാവർക്കും കണ്ണേ. സൂപ്പർ സ്റ്റാർ വീരനടാ ചേർന്ന് വന്നു പായുമെടാ. എന്റെ സ്വന്തമുള്ളു നോക്കി തേടി വന്ന നാളെ വന്നു നിന്നു കൂട്ടുവരുന്നേ. ഇന്ന് ഏറെ നേരം സ്വർഗലോകമാടി വന്ന് നെഞ്ചിൽ പാരണമീ പൂമയിലായി. നല്ല പടം കണ്ട നേരമാട്ടം ഒരു നോക്കി കണ്ട പാടയോ ഓട്ടം. എന്റെ പടം അയാൾ കൂടെ കാണാം, നാലു ദിക്കും പേര് കേട്ട രാത്രികളിൽ കൂടെ വന്നേ. വെയിലളവ് മണ്ണിലാടടാ തകതാ, പൂളി മണ്ണുണർത്തിയാടടാ തകതാ, തപ്പ് താളമിട്ടു തുള്ളടാ തകതാ. ഊരിപ്പോയ സൈക്കിൾ ടയർ പഞ്ചറെന്ന് ചൊല്ലുമേ, ഊരിപ്പോയ സൈക്കിൾ ടയർ പഞ്ചറെന്ന് ചൊല്ലുമേ. ചുറ്റി വന്ന ബുദ്ധി ഇത് എല്ലാവർക്കും ഇല്ല. ചേച്ചി, ഞാൻ അവനോട്
ഡാ പോടാ ചേച്ചി ഇപ്പൊ വരാവേ. പല്ല തേക്കാണോ ചേച്ചി? ചേച്ചി ഞാനൊന്ന് വർത്താനം പറഞ്ഞിട്ട് വരാൻ ചേച്ചി. അച്ഛനല്ലേ പറഞ്ഞത് അവൻ നല്ലവനാണ്, ഇതുപോലൊരു പയ്യനെ നിനക്ക് കിട്ടുകയില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇപ്പൊ നോക്കിയേ, എന്നോട് മിണ്ടത്ത് പോലും ഇല്ല. അച്ഛാ, ഇനി മുതൽ അച്ഛനും പറയണ്ട അമ്മയും ഒന്നും പറയണ്ട. എന്റെ ചേച്ചിയോട് പറഞ്ഞിട്ട് ഞാൻ അവനെ കല്യാണം കഴിക്കും. രണ്ടുപേരും അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു അവിടെ. കൂടുതൽ അങ്ങ് ആടല്ലേ, തറ പൊട്ടി ഇളകും. ചന്ദ്രികേ, ചന്ദ്രികേ. എന്താ എന്താ പതിവില്ലാതെ മീനൊക്കെ? കുടിക്കാൻ ഇച്ചിരി വെള്ളം കിട്ടുമോ? നിക്കേ, എടുത്തോണ്ട് വരാം. വെള്ളം. അയ്യോ, തന്നേക്ക്, കുഴപ്പമില്ല, തന്നേക്ക്. ഞാൻ വേണമെങ്കിൽ നിന്നെ കല്യാണം കഴിച്ചോളാം. ഞാൻ പോയിട്ട് വരാം. അയ്യോ, എല്ലാം നന്നായി നടക്കണം. ഇതെല്ലാവർക്കും എടുത്തു കൊടുക്കും. ആ പൂവ് എല്ലാവർക്കും കൊടുക്കും. എല്ലാ കാര്യങ്ങളും കേട്ട്. എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ആക്കാൻ നോക്ക്. രണ്ടുപേരും അനുഗ്രഹം മേടിക്കും. നന്നായി വരും. ആശാനെ, എന്നത് പൈസ എടുക്കാതെ ആകെ അതേ ഉള്ളൂ. രണ്ടുപേരും പോയി തൊഴുതിട്ട് വാ. എന്താ ഇതിന് മാത്രം ഒരു ആലോചന? ആദ്യം ഒരു വീട് പണിയണം. എന്തിനാ? ഈ വീട് നിങ്ങളുടെ വീട് തന്നെയല്ലേ? നീ മാത്രമേ ഉള്ളൂ എന്റേതായിട്ട്. ഞാൻ കല്യാണം പോലും കഴിക്കാന്ന് വിചാരിച്ചതല്ല, പക്ഷെ നീ കാരണോ. ഞാനോ? 2 സ്ത്രീകൾ മാത്രമാണ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഒന്ന്, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഇതുവരെ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടില്ലാത്ത എൻ്റെ അമ്മ. മറ്റൊന്ന്, എന്നെ കണ്ണെടുത്താൽ പോലും കാണാത്ത എൻ്റെ അമ്മായി. അപ്പൊ ഞാനാരാ? പറ പറ. ഒച്ച ഉണ്ടാക്കാതെ, നിന്റെ ചേച്ചി കേൾക്കും. ചേച്ചിയൊക്കെ ഇറങ്ങി. അതൊക്കെ ശരി. നിന്റെ ചേച്ചിക്ക് എന്നോടൊന്നും ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? അത്ഭുതമാണെന്നേ. ഈ കല്യാണത്തിന് സമ്മതിക്കത്തേ ഇല്ലെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം പറയാ നിങ്ങളുടെ സന്തോഷം എന്റെ സന്തോഷം എന്ന്. എന്താ ചിരിക്കുന്നേ?
പാണ്ടി ചന്ദ്രിക ചെറിയ പെണ്ണ, നിന്നെ ഒരുപാട് വിശ്വസിച്ചിരിക്കുക. അവൾക്കൊരു സങ്കടം വരുത്തരുത്. സങ്കടപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ കല്യാണം കഴിച്ചത്. എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തു. എന്താ ചേച്ചി? ചേട്ടാ, ചേച്ചി എന്താ പറഞ്ഞേ? ചേച്ചി നിന്നോട് വേഗം നമ്മയാകാൻ പറഞ്ഞു. ഇനി എപ്പോഴാ? കാപ്പി. ചന്ദ്രിക എന്തോ പറ്റി? ചന്ദ്രിക എന്തോ പറ്റി? എന്തോ പറ്റി നിനക്ക്? എന്തോ പറ്റി? കുഴപ്പമൊന്നുമില്ല. ഇതാ പൈസ. പറയടാ. ഞാൻ പിന്നെ വിളിച്ചോളാം. ശരിയാടാ. നിർത്ത്. നീ ചെല്ല്. പാണ്ടി, നിന്നെ കാണാൻ വേണ്ടിയാ ഞാനിങ്ങനെ പറന്നു വന്നേ. എന്താ കാര്യം? നിന്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരാൻ ചേട്ടൻ എന്ന രീതി ഞാനുണ്ടല്ലോ. ഒന്ന് എന്താ അത് പറയടോ. നിന്റെ പണി കഴിഞ്ഞോ? കഴിഞ്ഞു. കാശ് കിട്ടിയോ? ഇത് മതിയാവോ? പാണ്ടി, വേറൊരു കാര്യമുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നൊരു ജോലി നീ ചെയ്താലുണ്ടല്ലോ, ദിവസം 1000 രൂപ വെച്ച് കൂലി കിട്ടും. എന്ത് ജോലി? നീ കൂടുതൽ ചിന്തിക്കണ്ട, വാ പറയാം. ഈ ജോലിക്ക് വേണ്ടത് ചങ്കൂറ്റാണ്. നീ ധൈര്യശാലിയാണെന്ന് എനിക്കറിയാം, ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അതുമാത്രം പോരല്ലോ. പറയാം. ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറിനൊരു ഹെൽപ്പറെ വേണമെന്ന്, കുറച്ച് ധൈര്യമുള്ള ആളെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. ശരി, നിന്നെ കൊണ്ടത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഡെഡ് ബോഡിയുടെ അടുത്തിരിക്കാനൊക്കെ കുറച്ച് ധൈര്യം വേണം. അങ്ങനെ ധൈര്യമുള്ള ഒരാളെ ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. ബോഡിയുടെ അടുത്തിരിക്കാൻ എന്നോടാ പറഞ്ഞത്. പക്ഷെ ഡെഡ് ബോഡിക്ക് എൻ്റെ കൂടെ ഇരിക്കാനായിട്ടൊരു ചെറിയ ധൈര്യമൊക്കെ വേണമല്ലോ. പരമശിവം, എന്താ? ഞാൻ ആലോചിച്ചിട്ട് പറയാം. നീ ആലോചിച്ച് പറയുമ്പോഴേക്കും ബോഡിയൊക്കെ എനിക്ക് പോയി കുഴി ചെന്ന് കിടന്നിട്ടുണ്ടാവും. ചേട്ടാ, ചേച്ചി പറഞ്ഞു ഈ വീടിന് ബാങ്കിൽ കടം ഉണ്ടെന്ന്. നിങ്ങളോട് പറഞ്ഞ് കുറച്ച് കാശ് ഒപ്പിക്കാൻ പറ്റുമോന്ന് ചോദിച്ചു. ശരി, ഞാൻ പോയിട്ട് വരാം. ചേട്ടാ, വരുമ്പോ കുറച്ച് പലചരക്ക് സാധനം കൂടി വാങ്ങിക്കൊണ്ട് വരണേ. പിന്നെ ഇവനെ മറക്കരുത് കേട്ടോ. പൊക്കോ. പാണ്ടി, വടിവേലിന്റെ കോമഡി കണ്ടിട്ട് പോലും അതുപോലെ ചിരിച്ചിട്ടില്ല. അതിനേക്കാളും കൂടുതൽ നീ ചിരിപ്പിച്ചല്ലോ. എടോ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ചുമ്മാ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാതെ. പിന്നെ അല്ലാതെ നീ എന്നോട് വന്ന് 25,000 75,000 വെച്ച് ഞാൻ എന്താ ചെയ്യാ? പേര് പരമശിവനാണെന്ന് കരുതി ഞാൻ ദൈവങ്ങാനാണോ? അത്രയും കാശൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുമിച്ച് കണ്ടല്ലേ. എടാ പാണ്ടി, കല്യാണം കഴിഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ തന്നെ ശരിയാക്കാൻ വേണം. അന്ന് നിന്നോടൊരു കാര്യം പറഞ്ഞ് നിനക്ക് ഓർമ്മയുണ്ടോ? നീ ഇപ്പം ശരിയെന്ന് പറഞ്ഞ് 25,000 രൂപ വാങ്ങിത്തരാം, പകുതി പ്രശ്നങ്ങൾ തീരുമല്ലോ. ഇങ്ങനെ പോയാൽ വീട്ടിലെ കാര്യം കുറച്ച് കഷ്ടമാവും. ജോക്കർ ഇറാവേ, ഈ കൈ ഒന്നും ശരിയല്ലല്ലോ. വാ പാണ്ഡേ, ഇങ്ങോട്ട് വാടാവേ. ഒരു കളിയെങ്കിലും ജയിക്കണമെന്ന് വിചാരിക്കുക. കല്യാണത്തിർക്ക എന്തൊക്കെയുണ്ട് വിശേഷം? കാണാൻ കിട്ടുന്നില്ലല്ലോ. അച്ചു വീട്ടിൽ തന്നെയല്ലേ, പിന്നെ എങ്ങനെ കാണാൻ കിട്ടുക? ഒന്നുണ്ടായിട്ടേ നോക്കാൻ പറ്റുന്നില്ല. പാണ്ടി, നീ ഭാഗ്യം ചെയ്തോണടാ. പാണ്ടി, ചീട്ട് കളിക്കുന്നതിന്റെ ഇടയ്ക്ക് അങ്ങനെ പലതും പറയും. അത് കേട്ട ഉടനെ നീ തല്ലാൻ നിൽക്കുവാണോ? കൈയറക്ക് വേഗമാട്ടെ. വെറുതെ എന്തിനാ ഒരു ലഹള? അടിച്ചടിച്ച് എടുത്തേ വേഗം വിട്. അടുത്ത കളി 50 100 ഇടരുത് വേഗം വിട്. എന്നാ ഒരു 50?
ബാക്കി തരാടാവേ. ഈ കളി കടമൊന്നുമില്ലവനെ, കാശുണ്ടെ കളിച്ചാ മതി, ഇല്ലേ വേഗം സ്ഥലം വിട്ടു. പണ്ടി കാശ് ഞാൻ തരാം, ജയിച്ചിട്ട് വന്നാൽ മതി. ഇടറാ. രണ്ട് റൗണ്ട് ആയപ്പോഴേ 2 കെട്ടി വീട് തീർന്നോ? ആ എന്നാ ആവശ്യമില്ലാത്ത ഇടാവുള്ളൂ. ചീട്ടൊന്ന് വേഗം തള്ളടാവി, ചുമ്മാ സമയം കളയാതെ. ഇതൊക്കെ എവിടെ ഒപ്പിക്കാനാണ്? കൈ അടിച്ചോടാ. ഇവനിന്ന് കൂടുതൽ എല്ലാം കൊണ്ടുപോവാ. അടുത്ത കളി എടുക്കടാ, എടുക്കടാ, എടുക്ക് 50 100 ഇടാ, എടുക്ക് 50 100 എടുക്ക് 50 100 ഇടാ, കാശിടാ എടുക്ക്. എനിക്കൊരു കൈ ഇടറാ. കാശുണ്ടോ? താരാടാ, നാട് വിട്ട് പോകുന്നൊന്നുമില്ല. അതിന് നാടും വീടും നാട്ടുകാരും ഒക്കെ ഉള്ളവരല്ലേ നാട് വിട്ട് ഓടാൻ പറ്റൂ. എന്റെ പഴനി മുരുക, വർഷം 365 ദിവസം 365 വേഷം കെട്ടുണ്ട്. നീ ഒരിക്കലെങ്കിലും ആ കണ്ണും തുറന്ന് എന്നെ നോക്കിയിട്ടുണ്ടോ? മുരുക, ഞാൻ പറഞ്ഞൊക്കെ കേട്ടിട്ട് നീ ഇത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നു? മുരുക, നീ പാണ്ഡ്യയുടെ രൂപത്തിലാണോ വന്നേ? നീ വിളിച്ച ഞാൻ പോലും വരില്ല, പിന്നെ എങ്ങനെയാ മുരുകൻ വരുന്നത്? ഒറിജിനലായിരുന്നു. എന്താ പാണ്ഡ്യ പതിവില്ലാതെ ഈ വഴിയൊക്കെ? അല്ല, അന്നൊരു ജോലി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അത് നിനക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? അതിന് ചെല്ലാന്ന് പറഞ്ഞേര്. ഹേയ് എടാ, നീ കാര്യമായിട്ട് പറഞ്ഞാണോ? എടോ അതേടോ, എന്നാ കാശ് ആദ്യം വാങ്ങി തന്നേര്. ഏയ് പാണ്ഡി, ഈ കാര്യം ഞാൻ എടുത്തല്ലേ, എന്നിട്ട് ഞാൻ ചെയ്യാതിരിക്കോ? കനക്, ഞാൻ പറഞ്ഞ പോലെ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവന്റെ പേര് പാണ്ഡി, നാട്ടിൽ മരം വെട്ടായിരുന്നു പണി. ഇവനെ പോലെ നല്ലൊരുത്തിന് നാട്ടിൽ മഷി ടോക്കിയാൽ കിട്ടില്ല. ശരി, കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പിന്നെ പാണ്ഡി, കനകിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇവൻ നോക്കിക്കോളും, നീ പേടിക്കാണ്ടിരിക്കേ. ദേവാണ്ടി, ഇതുപോലത്തെ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജോലി തുടങ്ങി നടത്താം. വാ, നമുക്ക് പോയി അതങ്ങ് ഇറക്കിയേക്കാം. ഡോ പരമശിവൻ, ചുമ്മാ നിൽക്കാതെ താനും വാ. വെറുതെ ഇരിക്കാന്ന് പറഞ്ഞ് ബോഡി ഇറക്കണം. ഓ, താനും വാടോ, അവിടെ പോയിട്ട് വേണ്ട, അത്യാവശ്യമുള്ള പോലെ. എന്താ മാരി, ഇന്ന് ഈ ഒരെണ്ണേ ഉള്ളോ? ശരി ശരി, എടുക്ക. ആ പാണ്ഡി, ഇതാണ് മാരി, ഭയങ്കര മാരി. ഇതേ മാരി, ഇവൻ്റെ പേര് പാണ്ഡി, പുതിയതായിട്ട് ജോലി ചേർന്നിരിക്കുക. ഇനി ഇവൻ ഇവിടെ തന്നെ കാണും. ഡോ പിടിക്കടോ. പിടിച്ചില്ല എന്ന് പറഞ്ഞ് ശവം ഓടി പോവോ? നോക്കിപ്പോ, ഓടയ്ക്കകത്ത് വീടരുത്. കുളിക്കാതെ ചത്താൻ തോന്നാ, എന്തൊരു നാറ്റം. ആ, ഡോക്ടർ ഇപ്പൊ പുറത്തു വരും, നീ പൊക്കോ. ഡോ, അതെന്ത് പരിപാടിയാ? ഈ കാശിന്റെ കാര്യം എന്തായി? ഡോക്ടറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ സോൾവ് ചെയ്യാം. നീ ഇപ്പൊ പോടാ. പാണ്ഡി അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവര് നോക്കിയും കണ്ടും ചെയ്തോളും. നീ പോയി ജോലി. പാണ്ഡി, നീ അത് നോക്കിക്കൊണ്ടിരിക്കാതെ പിടിക്കേ. ഇനിയാണ് നമ്മുടെ ജോലി ആരംഭിക്കുന്നത്, സൂക്ഷിച്ചു വാ. വലത്തുകാലെടുത്ത് വെച്ച് വാ. ആ വാ, പേടിക്കാതെ, എല്ലാം നമ്മുടെ ആൾക്കാർ തന്നെയാ. വെക്ക നീക്കുവേ, ശവത്തിന്റെ കൂടെ തന്നെ നീ കയറിയല്ലോ അകത്ത്. അത് മതി, നല്ല കണിയാ. പണി തുടങ്ങാൻ ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് വേണം? ആ വാ, നമുക്ക് പോയി ഡോക്ടറെ കാണാം. പുള്ളിക്ക് സമ്മതമാണെങ്കിൽ പിന്നെ എല്ലാം ഓക്കെയാ. വാടാ സാറേ. വാടൂ സാറേ, ഞാൻ പറഞ്ഞ പുതിയ ആളിവനാ. നിന്റെ പേരെന്താ? പാണ്ഡി. എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? സാറേ, എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം അവന് സമ്മതം തന്നെയാ. പിന്നെ ആ അഡ്വാൻസ് കാശ് ഇപ്പം തന്നെ കൊടുക്കണമെന്ന് അവൻ പറയാ. ശരി, കൊടുത്തേരെ. ശരി സാറേ. ഇവിടെ ആരെങ്കിലും നീ ആരാണെന്ന് ചോദിച്ചാൽ?
മരിച്ചവന്റെ സ്വന്തക്കാരനാണ് ഞാൻ, കൊണ്ടുപോകാൻ വേണ്ടി വന്നാന്ന് പറയും. ഗുഡ്. അവനെ ജോലിയൊക്കെ പഠിപ്പീര്. ശരി സാറേ. വാടാ വണ്ടി പോ. എടാ വണ്ടി, ഇവിടെ ഞാൻ പ്രൊഫസറും നീ എൻ്റെ സ്റ്റുഡൻറ്റുവാ, മനസ്സിലായോ? ആ ടൂൾസ് എടുക്കേ. ഇതല്ലടാ, ആ ട്രേയിങ് എടുക്കേ. ഇതിൻ്റെ പേരറിയാവോ? കത്തി. അത് നീ പറഞ്ഞ ശരിയാ. റൈറ്റ്. ശരി. സാധനം വല്ലതും അടിച്ചോ? ഇല്ല, ജോലിക്കിടയിൽ കള്ളൂടിയില്ല. പിന്നെ ഇതെപ്പോൾ കഴിക്കാന്? ജോലി കഴിഞ്ഞതിന് ശേഷം. അതൊക്കെ വേറെ ജോലികൾ ചെയ്യുമ്പോൾ. നമ്മുടെ ജോലിയിൽ എല്ലാം തലതിരിച്ച. ആദ്യം കള്ളു കുടിക്കുക, പിന്നെ ജോലി ചെയ്യുക. ഇതിൻ്റെ പേരാണ് സ്പിരിറ്റ്. ഇതിൻ്റെ മുമ്പിൽ മറ്റുള്ളതെല്ലാം വെറും വെള്ളമാ. ഇതിൽ നിന്നൊരു ഗ്ലാസ് അങ്ങോട്ട് പിടിപ്പിച്ചെന്ന് വെച്ചു. ആഹാ, ആ ട്രേ അങ്ങോട്ട് താട്ട് പോയി. 1 ലിറ്റർ ചാരായം കുടിച്ചതിന് സമ. അടി നല്ല പിടുത്തവാ. എന്നാ ആദ്യം ശ്രദ്ധിക്കാൻ തോന്നും, അത് ശ്രദ്ധിക്കണ്ട. ഇയാളുടെ പേര് പളനിവേല്, വയസ്സ് 52, ആക്സിഡന്റിലാണ് മരിച്ചത്. എന്നാലേ കട്ട് ചെയ്യേണ്ടത് എവിടാന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ കത്തിയെടുത്ത് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് ഇറക്കണം. ഇറക്കിയിട്ട് ഇങ്ങനെ താഴോട്ട് കുറേശ്ശെ ഇങ്ങനെ വരിയണം. ഇവൻ്റെ അമ്മ പോലും കണ്ടു കാണുകയല്ല ഇവൻ്റെ ഈ ഉള്ളിലുള്ളതൊന്നും. നോക്ക് കണ്ടേ ജോലി പഠിക്കാൻ പറ്റുള്ളൂ. ഈ സ്ഥലമാണ് വളരെ പ്രധാനപ്പെട്ട സ്ഥലം. ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ അറത്ത് കഴിഞ്ഞാൽ തലമണ്ട ഇങ്ങനെ പൂട്ട് തുറക്കുന്ന പോലെ ഇവിടേന്ന് തുറന്നു വരും. തലച്ചോറ് കാണാം, കണ്ടോ? നോക്ക്. കുറച്ച് പലചരക്ക് ഉണ്ട് ഇതിനകത്ത്. എത്ര നാളത്തേക്ക് ഉണ്ടെന്ന് അറിയില്ല. നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറ, നാളെ തന്നെ മേടിച്ചോണ്ട് വരാം. സത്യം പറ, ഇത്രയും സാധനം വാങ്ങാൻ എവിടുന്ന് കാശ്? കഷ്ടപ്പെട്ട് ജോലി എടുത്തുണ്ടാക്കി അടി. അതോ എന്ത് ജോലി എന്നാ ചോദിച്ചേ? ധർമാശുപത്രിയില് ജോലി കിട്ടി. മാർച്ചറിയില് ഹെൽപ്പറായിട്ട്. മോർച്ചറിയിലോ? പിന്നെ എനിക്ക് കളക്ടർ ജോലി കിട്ടുമെന്ന് വിചാരിച്ചോടി. എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവരെയും കൂടെ ഓർത്തിട്ടാ ഈ തീരുമാനം എടുത്തത്. ചേട്ടാ, എന്ത് പറ്റി നിങ്ങക്ക്? ഒന്നുമില്ല, അത് വിട്. പറ ചേട്ടാ, എനിക്ക് ഭയങ്കര പേടി തോന്നുന്നു. എന്താ പ്രശ്നം? പ്രശ്നമെല്ലാം തീർന്നു. ഈ വീടിന്റെ കടമെല്ലാം ഞാൻ അടച്ചു. എന്തായി പറയുന്നത്? എങ്ങനെ? കാശ് കിട്ടില്ല, പിന്നെന്താ നിനക്ക്? വേറെന്താ? എങ്ങനെ കിട്ടി, എവിടുന്ന് കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നേ. കണ്ടവനൊക്കെ കുടിച്ച ബോട്ടിലൊക്കെ കഴുകിയല്ലേ നമ്മൾ ജീവിച്ചേ.
അവനിപ്പോ എന്ത് ചെയ്തെന്ന് വെച്ചാ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? ചേട്ടൻ ഈ ജോലിക്ക് പോകുന്നതിനേക്കാളും മുമ്പുള്ളതായിരുന്നു നല്ലത്. എടി, മോഷ്ടിക്കോ കൊള്ളയടിക്കോ ഒന്നും ചെയ്തില്ലല്ലോ. ദേ നോക്ക്, വീടിന്റെ കടവൊക്കെ അടയ്ക്കാനായിട്ടല്ലേ അവൻ ഈ ജോലിക്ക് പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധാരണ ജോലിയല്ലല്ലോ അത്. എല്ലാം സാവധാനം ശരിയായിക്കോളും. ഇപ്പൊ നിന്നോട് ഭയങ്കര സ്നേഹമൊക്കെ ആണെന്ന് തോന്നല്ലോ. നീയും അവനെ വിഷമിപ്പിക്കാതെ ചിരിച്ച മുഖത്തോടെ നിക്കടി. അതെ, വെറുതെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ അവളെ ജോലി ചെയ്യാൻ അനുവദിക്കുവാ. വാ വച്ച ഇങ്ങോട്ട്. അതുകൊണ്ടാ പറയുന്നത് ചേട്ടത്തി എനിക്ക് ഒരു സ്ഥലത്ത് നിർത്താൻ പാടില്ലെന്ന്. നിർത്ത്. കേസ് നമ്പർ 38. ഇത് തന്നെയാ 38. ഓക്കെ. എന്നടാ വണ്ടി ഇവിടെ ഇങ്ങനെയൊക്കെയാ? കുറെ കഴിയുമ്പോൾ അത് ശീലമായിക്കോളും. പിടിക്ക്. പിടിക്ക്. അങ്ങനെ ചാത്തയിട്ട് 2 ആഴ്ചയായി. ഇപ്പോഴാണ് PM ഓർഡർ വന്നത്. ബന്ധുക്കളല്ല ഇപ്പോഴായിരിക്കും വന്നത്. PM എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ അല്ല, പോസ്റ്റ്മാർട്ടം ഓർഡർ. അതൊന്നും നീ ശ്രദ്ധിക്കണ്ട. പയ്യെ ഞാൻ എല്ലാം പറഞ്ഞുതരാം. പിന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പാണ്ടി. ചില പ്രത്യേക കേസുകൾ വരുമ്പം ഞാനും ഡോക്ടറും മാത്രമേ നോക്കുകയുള്ളൂ. നീ അന്നേരം ആവശ്യമില്ല. ഒരു ടേണടി. കാലപ്പിടി. പൊക്കി. ഇത് ടൈലർമാരുടെ കത്രിക. നമ്മളത് അധികം ഉപയോഗിക്കുന്നു. അവര് പുതിയ തുണി കിട്ടും, നമ്മൾ ശവത്തിന്റെ തുണിയും കിട്ടും. ഷർട്ട് ഇഷ്ടപ്പെട്ടോ? വെട്ടി തയ്ച്ചിട്ടോ? ഇത് വെച്ച് ഇങ്ങനെ കണ്ടിച്ചെന്ന് വെച്ചു. തലമണ്ട അങ്ങനെ പൊളന്നു വരും. അങ്ങനെ പിടിച്ച് വലിക്കേ. അങ്ങനെ വലിച്ച് കീറ്. അങ്ങനെ നെഞ്ചിലോട്ട് വെച്ചിട്ട് താഴോട്ടങ്ങ് വലിച്ചെന്ന് വെച്ചോ, ഇങ്ങനെ പൊളന്നു വരും. ഏതായാലും ചത്തുപോയില്ല, ഇനി കരഞ്ഞിട്ട് കാര്യമുണ്ടോ? വിധിയാന്ന് വിചാരിച്ചാ പോലെ. ഈ ചെറുക്കൻ വെള്ളത്തിൽ വീണ് മരിച്ചു. അവന്റെ അമ്മ കരഞ്ഞു തന്നെ മരിക്കുമെന്ന് തോന്നുന്നു. അയ്യോ, പോയോടാ. അങ്ങനെ തന്നെ. അങ്ങോട്ട് തിരിച്ചു. നല്ലപോലെ കുളി. വാ. എനിക്കൊന്നും ശീലമില്ല മോനെ. പാണ്ടി എനിക്കൊന്നും ശീലമില്ലടാ. പച്ചവെള്ളത്തിലൊന്നും കുളിച്ച് എനിക്ക് ശീലമില്ലടാ. ഈ തലയോട്ട് എങ്ങനെ പൊളിക്കും? അതൊന്നും വലിയ കാര്യമല്ലടാ. ചുറ്റി കിടന്ന് 4 അടി തലയ്ക്ക് കൊടുത്താണ്ടല്ലോ, പൂട്ട് തുറക്കുന്ന പോലെ തല പൊളക്കും. അതെയോ? അപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നീ തന്നെ എഴുതുവോ? അതല്ല, കനകരാജ് നോക്കിക്കോളും. പിന്നെ ഡോക്ടർ എന്താ ചെയ്യാ? റെഡിയാക്കി വെച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പുള്ളി ഒപ്പിടും. എന്തെങ്കിലും അത്യാവശ്യ കാര്യം വന്നാൽ മാത്രമേ പുള്ളി വരൂ. ചിറ്റപ്പാ, എന്തൊരു അന്യായം നടക്കുന്നതെന്ന് കണ്ടോ? ഇതൊക്കെ ആര് ചോദിക്കാനാ? എന്നെ കൊണ്ട് പറ്റത്തില്ല. പാണ്ടി, നീ മോർച്ചറി ജോലി ചെയ്യുന്ന കാര്യം നാട്ടിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അറിയട്ടാ, എന്റെ വിശപ്പാരാടാ മാറ്റിയത്? വിട. നാട്ടുകാർ 1000 പേര് 1000 കുറ്റം പറയും. ഇവരൊക്കെ എങ്ങനെ ചാവും, എങ്ങനെ മോർച്ചറിലേക്ക് എത്തുന്ന ഒരാൾക്കും പറയാൻ പറ്റില്ല. അത് ചത്തവനും ചോന്നവനും ചത്തു. ആരൊക്കെ എപ്പോഴൊക്കെയാന്ന് ആർക്കും പറയാൻ പറ്റില്ല. മാരി, ഈ കേസെങ്കിലും ജീവനോടെ അവിടെ എത്തിക്കോ. ഒന്ന് മിണ്ടായിരിക്കണോ?
മാറിക്ക്. വേഗം വേഗം നിനക്ക്. പിടിക്ക്, പിടിക്ക്. പോട്ടെ പോട്ടെ. കനകേ സാറേ, ബോഡി സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തയച്ചേരെ. ആയിക്കോട്ടെ സാറേ. കനക, ഞാൻ പോവാണേ. പാണ്ടി, നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? നിന്നോട് ഇന്ന് ഇങ്ങോട്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞ കേക്കത്തില്ലേ? ചേട്ടാ, എന്തിനാ പഴയ കിഡ്നി സാമ്പിൾ ഇവിടെ വെച്ചിരിക്കുന്നത്? പാണ്ടി, കണ്ണുള്ളത് എപ്പോഴും കാണാനല്ല, ചിലപ്പോഴൊക്കെ അടയ്ക്കാനും വേണ്ടിട്ടാ. ഇപ്പൊ അടച്ചാ മതി. പഴയ സാമ്പിൾ ബോർഡിൽ എന്തിനാ പേര് മറ്റു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്? പാണ്ടി, മിണ്ടാതെ ഡോക്ടർ എങ്ങാനും കേട്ടോണ്ട് വരും. ഇവിടെ എന്താ നടക്കുന്നത്? ഇത് നോക്കു പാണ്ടി, ഇതിനെക്കുറിച്ചൊക്കെ തീരുമാനമെടുക്കാൻ ഫോറൻസിക് ഹെഡും ഡോക്ടർമാരും ഉണ്ട്. നീയോ ഞാനോ അല്ല, മനസ്സിലായോ? പാണ്ടി, ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും നീ കയറി ഇടപെടണ്ട. നിനക്ക് കാശ് വേണേൽ മേടിച്ചോണ്ട് പോക്കൂ. നിന്റെ വിഷമം കണ്ട ഇതൊന്നും ലോകത്ത് നടക്കാത്ത കാര്യമാണെന്ന് വിചാരിക്കുമല്ലോ. ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ഈ ഡീലിങ്സിൽ നമ്മുടെ ഡോക്ടർ ഒരു ബിനാമി മാത്രമാണ്. അയാളുടെ മുകളിൽ ഒരുപാട് ഉന്നതന്മാരുണ്ട്. ആശുപത്രി നടക്കുന്ന കാര്യം പുറംലോകം അറിഞ്ഞാൽ നമ്മുടെ തല മാത്രമല്ല, ഡോക്ടറുടെ തലയും കൂടെ ഉരുളും. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ അവയവ കച്ചവടം. ആശുപത്രി അധികൃതർ അവർക്ക് ആവശ്യമുള്ള അവയവങ്ങൾ എടുത്തോളും. ഇവിടെ നമ്മുടെ ഡോക്ടർ റിപ്പോർട്ട് മാറ്റി എഴുതിക്കോളും. ഇതാണ് ഈ കച്ചവടത്തിൻ്റെ കിടപ്പ്. നമ്മളെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പാണ്ടി. അതുകൊണ്ട് നീ ചിന്തിച്ച് തീരുമാനം എടുക്കുക. എന്താ വണ്ടി, ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? എന്താടാ, ഇന്നെന്താ ആരും ചത്തില്ലേ? പിന്നെന്താ കുഴപ്പം? മുറിഞ്ഞേട്ടാ, ഇപ്പൊ ചെയ്യുന്ന ജോലി എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ജോലി വേണമെന്ന് നോക്കുക. അപ്പൊ വല്ലതും തിന്നാൻ എന്ത് ചെയ്യും? അതല്ല മുരുകൻ ചേട്ടാ, നിങ്ങളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ കടയിൽ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തന്ന്, എന്ത് ജോലിയാണല്ലോ കുഴപ്പമില്ല ചേട്ടാ. ആഹാ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണോ നീ ചോദിക്കുന്നേ? ഇവിടെ ഉള്ളവനെ തന്നെ എങ്ങനെ പറഞ്ഞു വിടണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ. ഇതിനിടയ്ക്കാണ് നിന്റെ ജോലി. പോടാ. എടാ, ശവം ചമന്നോട് നടക്കുന്നവനൊക്കെ എന്റെ മെഷീനിൽ തൊട്ടാ ആ മെഷീനും കൂടെ നാറും. പോ പോ പോ. എടോ, ഓടോ എണീറ്റ്. അകലെ മറഞ്ഞാൽ നീ കഥയാകിടുമോ? അണയും നിഴലുണരുന്നൊരു മനമായിടുമോ? കാണുന്ന കനവും ഒരു നോവായി വരുമോ? കരയുന്ന മിഴിയും ചെറുമീനായി പിടയേ ഉരുകും എൻ ഹൃദയം നിൻ മുറിവായിടുമോ? എൻ കനവും നിന്നിനവും ഇനിയൊന്നായിടുമോ? എന്താടാ, ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്ന് കാണാൻ വന്നതാണോ? നീ കാണും എന്റെ അനീതിയുടെ ജീവിതം പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആണുങ്ങളായ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. മറ്റുള്ളവർക്ക് ഭാരമായിട്ട് ജീവിക്കാൻ പാടില്ല. ഞാൻ ആർക്കും ഒരു ഭാരമാകുന്നില്ല. വാനം നിറയും ചെറുമുകിലായിടും നീ എന്റെ
ഹൃദയം നീ അറിഞ്ഞാൽ നിൻചാരേ അണയാ എന്നിൽ ചേർന്നാൽ നാം കൈകോർത്തണയാ ആ സ്നേഹം ഒരു നാളിൽ വെറും വ്യഥയായിടുമോ ഉരുകുന്ന മനമേ നീ എന്നോ മറയേ കാറ്റാടി നൂലിൽ എൻ ജീവൻ നിറയേ പെണ്ണേ ഈ ഉലകിൽ നീ മലരായിടുമോ ഉലകം ഇനി ഒരു നാൾ പുതുവനിയായിടുമോ അകലെ മറഞ്ഞാൽ നീ കഥയാകിടുമോ അണയും നിഴലുണരുന്നൊരു മനമായിടുമോ എന്താടാ ജീവനോടെ ഉണ്ടോ മരിച്ചോന്ന് കാണാൻ വന്നതാണോ? നീ കാണും എന്റെ അനിയത്തിയുടെ ജീവിതം പാഴാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആണുങ്ങളായ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. മറ്റുള്ളവർക്ക് ഭാരമായിട്ട് ജീവിക്കാൻ പാടില്ല. ഞാൻ ആർക്കും ഒരു ഭാരമാകുന്നില്ല. കരിവെള്ളയിട്ട കയ്യിൽ കുടമുല്ലപ്പൂക്കളുമായി ലോകത്ത് കുറെ ആമ്പിള്ളേരില്ലാത്ത പോലെ ഒരുത്തിനു വേണ്ടി ജീവൻ കളയാൻ നടക്കുന്നു. തങ്കവസ്മ കൂറിയിട്ട് തമ്പുരാട്ടി നിന്നെ തിങ്കളാഴ്ച നയമ്പെന്ന് മുടക്കും ഞാൻ തിരുവില്ല മലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കൂടമിന്നുടക്കും ഞാൻ. ആ വാ പാണ്ടി, നീ തിരിച്ചു വരുമെന്ന് എനിക്കറിയായിരുന്നു. എന്നെ നോക്കുന്നേ, നായയുടെ വേഷം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുരയ്ക്ക് തന്നെ വേണം. ഈ ജോലിയും അതുപോലൊക്കെ തന്നെയാ. എന്താ മനസ്സിലായില്ലേ? പറഞ്ഞാൽ മനസ്സിലാകാത്തതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. നീ ഇനിയും കാണാനുള്ളത് ഒരുപാടുണ്ട് പാണ്ടി. നീ അങ്ങോട്ട് പോ. ഇവിടെ തന്നെ ഇരിക്കാളൂ, വെളി വരരുത്. നമസ്കാരം സാറേ. ശരി സാറേ. അങ്ങനെ നീ എന്താ കണ്ടത്? പറ, പറഞ്ഞാലല്ലേ അറിയത്തുള്ളൂ. മിണ്ടായിരുന്ന എങ്ങനെ അറിയാനാ? പറയടാ ദൂരെ. ചേട്ടാ, ചേട്ടാ, എന്താടാ വീട്ടിൽ ഭയങ്കര ആൾക്കൂട്ടം, പെട്ടെന്ന് വാ. എന്താടാ പറയുന്നേ? എന്താന്ന് അറിയത്തില്ല. വാ നോക്കാം.
കുഞ്ഞെ നിനക്ക് പെൺകുട്ടിയാ ജനിച്ചേ. നല്ല സുഖപ്രസവമായിരുന്നു കേട്ടോ. നിന്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പം വരാതെ നോക്കണേ. നമുക്കെന്നാ പോയാലോ? വെളി നിൽക്കാവേ. ഭഗവാനേ, കുഞ്ഞിനെ ദൈവമേ കാത്തുകൊള്ളണേ. എടാ, എനിക്ക് ഞാൻ ആരാന്നുള്ള കാര്യത്തെ കുറിച്ച് യാതൊരു ചിന്തയില്ലേ. ഏയ്, അവിടെ ഒന്നൊരു ആൾക്കൂട്ടം. മോനെ വന്നേ. വാടാ. അവിടെ എന്തൊരു ഒരാൾ മരിച്ചു കിടക്കുമെന്നാ തോന്നുന്നത്. ഏയ്, ഇവനെന്താ ഒന്നും മിണ്ടാണ്ട് പോണേ. പാണ്ടി, നീ എവിടേക്ക് പോണേ? ഞാനും വരാം. നിക്ക്, ഞാനും വരാന്ന്. ഇവന്റെയൊക്കെ ഓരോ കാര്യം പറഞ്ഞാലും മനസ്സിലാവില്ല. നീ ഞങ്ങള് ആരാ നോക്കട്ടെ. ഇവനെന്നെ കവറ് മുഖത്തിട്ടോണ്ടിരിക്കുന്നേ. ഇവന് വേറെ ഒന്നും കിട്ടിയില്ല മുഖത്തിടാൻ. ചാകാനുള്ളവനൊക്കെ ചത്തില്ലടാ. പിന്നെന്താ, പോലീസ് ഒന്ന് അന്വേഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാലേ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ പറയാ നീ ആരടാ? മെഡിക്കൽ കോളേജിലെ ഡോക്ടറോ? കേട്ടില്ലേ, നീ മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെന്ന്. ഡോക്ടറൊന്നും അല്ലല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടെന്ന്. നീ പറഞ്ഞ അവൻ പറയുന്നേ കേക്ക്. ചത്തവന്റെ മണമൊക്കെ എനിക്കറിയടാ. ഒന്ന് മാറണോ അങ്ങോട്ട്? അങ്ങോട്ടൊന്ന് നോക്കടാ. യമരാജൻ വരുന്നത് കണ്ടില്ലടാ നീയൊക്കെ. ഒരുപാട് രാശിയുള്ളവനവൻ. ഒരു ദിവസം 4 പേരെങ്കിലും കൊണ്ടുപോകാതെ അവനെ വിടുകയല്ല. ഇടോ, താനവിടെ പോടോ. അവിടെ പോകണ്ടെന്നേ. അങ്ങോട്ട് പോകാതെ. പോകല്ലേ. കയറാൻ പോകണം. മാറിക്കോ അങ്ങോട്ടൊന്ന്. എന്നെ പിടിക്കാൻ എനിക്ക് പറ്റില്ല. ആ സ്ട്രക്ചറിന്റെ കാലൊക്കെ മടങ്ങി പോണ. അതൊന്നും മര്യാദക്ക് വയ്ക്കി. വേഗം പോടാ, അങ്ങോട്ട് പോ. ചെല്ലേ. കുടിച്ചിട്ട് വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കാതെ ഞങ്ങളെ ജോലി ചെയ്യാൻ സമ്മതിക്കടാ. പറയടാ, നീയൊക്കെ എന്ത് ചെയ്യുന്ന എനിക്ക് അറിയണമല്ലോ. എന്ത് ചെയ്യടാ നീയൊക്കെ? ഇടി മേടിക്കും. എന്ത് ചെയ്യടാ നീയൊക്കെ? പറയടാ. സാർ, അകത്തൊരാൾ അനക്കമില്ലാതെ കിടക്കുന്നു. അയാളെ എടുക്കാൻ ഇവർ സമ്മതിക്കുന്നില്ല. ആരാണ് അവിടെ വിഷയം ഉണ്ടാക്കിയത്? നീയല്ലേ? കാര്യം പറയുന്നതിന്റെ ഇടയ്ക്ക് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലോക്കാണോ? നമ്മളെ കുറിച്ച് സാറിന് അറിയില്ല. അതാണ് പ്രശ്നം. ചത്ത് കിടക്ക അയാള്. മാസ്റ്ററെല്ലാം തയ്യാറാക്കി വേഗം വണ്ടിയൊക്കെ നീ വണ്ടി. ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കി നിന്നെ അകത്തിടും. പാണ്ടി, നീ എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കണേ? വീട്ടിൽ പോടാ. എല്ലാരും പോ. ആവശ്യമില്ലാത്ത പരിപാടി. വാടാ ഇവിടെ. നീയൊക്കെ ഏതാടാ? ആരാണെന്ന് ചോദിച്ചില്ലടാ.
ആരാന്ന് പറഞ്ഞില്ല നീ എന്ത് ചെയ്യൂടാ? ചോദിക്കുന്ന കേട്ടില്ല, നീ ആരാടാ? എടാ ചാർലി, എടാ ദോരേ, വിശേഷമൊക്കെ പറ. എന്നാടാ വിശ്വസിക്കാൻ പറ്റുന്നില്ലേ? എന്റെ ജീവിതത്തിൽ ഞാൻ എന്ത് നടക്കണമെന്ന് വിചാരിച്ചോ അതൊന്നും നടന്നില്ല. അതാ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന തൊഴിലിൽ മുന്നേറിക്കൊണ്ടിരുന്നപ്പോൾ എന്നും നിന്നെപ്പറ്റി ഓർക്കുമായിരുന്നു. നീ ഞങ്ങളുടെ സന്തോഷത്തിൽ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന്. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ കൂടേണ്ടതെന്ന് ദൈവം തീരുമാനിച്ചു. കാര്യം പറയാം. ആദ്യം നിന്നെ അതിശയിപ്പിക്കുന്ന ഒരു വാർത്ത. ഞങ്ങൾ രണ്ടുപേരും, നമ്മുടെ പഴയ കൂട്ടുകാരൻ, നമ്മുടെ ജീവിതം തകർത്ത ദ്രോഹി വാലി എന്ന് പറഞ്ഞ വാലി ദാമോദരനെ കൊന്നുകളഞ്ഞു. അതിനു വേണ്ടിയാടാ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നത്. ഇന്ന് രാവിലെ കണ്ടില്ലേ കാറിനകത്ത് ചത്തു കിടക്കുന്ന ഒരു വ്യവസായ പ്രമുഖൻ? വേറെ ആരുമല്ല, നമ്മുടെ വാലി തന്നെ. അവനെ കൊല്ലുന്നതിന് കുറച്ചു നേരം മുമ്പ് വരെ അവനെയാ കൊല്ലാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അവസാന നിമിഷം ഞങ്ങൾ അവനെ കൊല്ലാൻ പോവാന്ന് അവന് മനസ്സിലായപ്പോൾ ജീവന് വേണ്ടിയുള്ള അവന്റെ മരണവെപ്രാളം കാണേണ്ടത് തന്നെയായിരുന്നു. ഒരു സഹോദരൻ അവന്റെ പെങ്ങൾക്ക് വേണ്ടി ചെയ്തതാണിതെല്ലാം. അതിപ്പോ ഞങ്ങൾക്കൊരു തൊഴിലാണ്. ഇത് ദൈവത്തിന്റെ വിധിയല്ല, ചെകുത്താന്റെ വിധി. നിങ്ങൾ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. എന്നാ അവനെ എൻ്റെ കൈ തനിച്ച് കിട്ടണം. അതിൽ നല്ലൊരു അവസരം ഞങ്ങൾ നിനക്ക് തരാം. നാളെ വാലിയുടെ ശവം പോസ്റ്റ്മോർട്ടത്തിന് വരുന്നുണ്ട്. നീ അത് ആത്മഹത്യയായിട്ട് മാറ്റണം. അത് മതി. എന്തു പറയുന്നു? അതിനെത്ര രൂപ വേണം? ഞങ്ങൾ തരാം. ഈ കാശൊന്നും എനിക്ക് വേണ്ട. ഇനി നിന്റെ ജോലി നീ നോക്ക്. ഞങ്ങളുടെ നേതാവിന് എന്ത് പറ്റും ഞങ്ങൾക്ക് അറിയണം. ഞങ്ങളിത് കാണാതെ പോകത്തില്ല. സാറേ, ഞങ്ങളെ അകത്തേക്ക് കടത്തിവിടുക. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ അടിക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ നേതാവിനെ കാണണം. ഞങ്ങൾ ഇവിടുന്ന് കാണാതെ പോകത്തില്ല. ഞങ്ങളുടെ നേതാവിനെ കാണണമെന്ന് പറഞ്ഞില്ലേ? ഞങ്ങൾ കണ്ടിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. അതിനാണ് ഞങ്ങൾ വന്നത്. സാറ് വിട്, ഞങ്ങളെ കടത്തിവിടുക. ആ വണ്ടി രാവിലെ തന്നെ റെഡിയായിട്ട് വന്നിട്ടുണ്ടല്ലോ. വെരി ഗുഡ്. ഈ കിടക്കുന്ന ഒരു സാധാരണയാണല്ലോ. പുറത്തെ ആൾക്കൂട്ടം കണ്ടോ? ഏതവനാണ് എന്താ? ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്തില്ല പിന്നെ എന്താ? അതും നീ പറഞ്ഞത് ശരിയാ. ഇവനെ പോലുള്ള ഒരു ചത്തു കഴിഞ്ഞാൽ സമാധാനമായിട്ട് പിന്നെ ഇരിക്കാനേ പറ്റുകയില്ല. എന്താ ഇന്ന് ഡോക്ടർ ഇത്ര പെട്ടെന്ന് വന്നത്? ഓ, അതാണോ? ഇവരൊക്കെ വലിയ ആൾക്കാരല്ലേ, അതാ രാവിലെ തന്നെ ഡോക്ടർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് നിനക്ക് ഒരു ജോലിയില്ല. ഞാനും ഡോക്ടറും കൂടെ നോക്കിക്കോളാം. നീ എവിടെയെങ്കിലും സൈഡിൽ പോയി നിൽക്കേ. അത് മാത്രം നടക്കില്ല. പറ്റത്തില്ലേ? നീ എന്താ ഈ പറയുന്നേ? ഈ കേസ് ഞാനേ ചെയ്യുന്നുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ പറയുന്നത് പോലെ തന്നെ ഡോക്ടർ എഴുതണം. ഡോക്ടർ വരുന്നു. എന്താ പേടിപ്പിക്കുകയാണോ? അതെ. ഇത്രയും വർഷം നിങ്ങൾ ചെയ്ത അന്യായം ഞാനിന്ന് ചെയ്യാൻ പോവാ. നിനക്ക് എന്താ വേണ്ടേ? ഈ കേസിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആത്മഹത്യയാണെന്ന് എഴുതി ചേർക്കണം. ഞാൻ നിങ്ങളോട് കിഡ്നി ലിവറും എല്ലാം ചോദിച്ചോ? എന്താ ഇത്ര ആലോചിക്കുന്നേ? പെട്ടെന്നൊരു തീരുമാനം എടുക്ക്. ഇല്ലെങ്കിൽ പുറത്ത് മീഡിയ കാത്തു നിൽപ്പുണ്ട്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. അതോടെ നീ തീർന്നു. ചെയ്യാം. ഗ്ലൗസ് എടുക്ക്. നീ പറഞ്ഞ ഡോക്ടർ കേൾക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും ചെയ്യും. പാണ്ഡി, നമ്മൾ തെറ്റ് ചെയ്തെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒന്നും കാര്യമാക്കണ്ട. എന്നാലേ നമുക്ക് ജയിക്കാൻ പറ്റൂ. ഇനി മുതൽ ചത്തവൻ്റെ രക്തം കാണുന്നത് മറന്നേക്കൂ. ജീവനോടെ ഉള്ളവൻ്റെ രക്തം നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ കൂടെ വാ.
കാശ് ഇഷ്ടം പോലെ കിട്ടും. നീ എന്തു പറയുന്നു? പാണ്ടി, നമ്മൾ കൂട്ടുകാരായിട്ട് തന്നെ പിരിഞ്ഞേക്കാം. എന്താടാ ഇത്? ചാർലി, നീ പറഞ്ഞ പണി എനിക്ക് പറ്റാഞ്ഞിട്ടല്ല. ഞാനും കൂടെ ആ വഴി വന്നാൽ നിങ്ങൾ രണ്ടുപേരെക്കാളും ഞാനായിരുന്നു മുകളിലെത്തേണ്ടത്. പക്ഷെ അതിൽ നല്ലത് ഈ ജീവിതമാണെന്ന് തോന്നി. കരയാതെ. എന്താടി നിനക്ക് വേണ്ടേ? കരയാതെ കരയാതെ. എന്തിനാടി കൊച്ചിനോട് ദേഷ്യപ്പെടുന്നേ? എന്നാ പിടിക്ക്. എന്താടാ? വയ 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 കരയില്ല കരയില്ല. അമ്മ നിന്നെ വഴക്ക് പറഞ്ഞോ? കരയില്ല കരയില്ല കേട്ടോ. ഇന്നലെ എന്താ വീട്ടിൽ വരാത്തെ? ചോദിച്ച കേട്ടില്ലേ? ഒന്നും മിണ്ടാതെ പോയാലെങ്ങനെയാ? ഇപ്പൊ മുഴുവൻ സമയം കുടിക്കാൻ തുടങ്ങിയല്ലേ? ഇങ്ങത്താ ഇതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. ഇനി മുതൽ ഇത് ഞാനും കുടിക്കാം. എനിക്ക് സമാധാനം കിട്ടിയ ദിവസം എന്റെ ഭാര്യ സന്തോഷിക്കണം. പാണ്ടി, നിനക്കെന്താ വട്ടാണോടാ? അതെ, അതിലിപ്പോ എന്താ? തലക്കോളവാടി ഓളവാടി എനിക്ക് സത്യമായിട്ടോ? അതെ. നമസ്കാരം സാറേ. സ്റ്റേഷൻ കൊണ്ടു തരത്തില്ലടാ. അത് പിന്നെ സമയം കിട്ടിയില്ല സാറേ. പെട്ടെന്നിട്. ഇന്നാ സാറേ. ഹലോ ഹലോ, പറയണമണി. സാറിനെ അടിച്ചാരാന്ന് എനിക്കറിയാം സാർ. അവനാ പാണ്ടി. എന്താടാ ഈ പറയുന്നേ? ഞാൻ കണ്ടതാ സാറേ. ഇനിയെല്ലാം വീണ് ഒന്നും പറയരുത് കേട്ടോ. എല്ലാം കമ്പനിക്ക് അടിച്ചു, എല്ലാം കമ്പനിക്ക് അടിച്ചു, എല്ലാം കമ്പനിക്ക് അടിച്ചു. എങ്ങനെയും കഷ്ടപ്പെട്ട് 10 രൂപ നടക്കാൻ വെക്കും. വണ്ടി എടുക്കണോ? സാർ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വരാം. ഇങ്ങോട്ട് ഷർട്ട് പിടിച്ച് വലിക്കില്ല സാർ. സാറ് ഞാൻ വരാന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തിനു വലിക്കണേ? സാറൊന്ന് പറയുന്നത് കേൾക്ക് സാറേ. സാറ് ഞാൻ വരാന്ന് ഷർട്ട് പിടിച്ച് വലിക്കല്ലേ സാറേ? പറയടാ. സാർ, ഇതാണ് അവന്റെ വീട്, അവന്റെ ഭാര്യയാണിത്. ഇന്ത്യയുടെ നിന്റെ കെട്ടിയവൻ പുറത്തു പോയിരിക്കുക. അവനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടില്ലാന്ന് പറയുന്നു. സാർ സാർ, ആ കൊച്ചിനൊന്നും അറിയില്ല. അത് പറയുന്ന സത്യം, ഒന്ന് വിശ്വസിക്കും സാറേ. ഞാനിവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നീ വലിയ ആളാവുന്നു. നീ മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ വ്യഭിചാര കുറ്റത്തിനകത്താക്കും. ഇന്ത്യയുടെ അവൻ സത്യമായിട്ട് എനിക്കറിയില്ല. എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയടി, എവിടെയാ അവൻ? എവിടെയാ അവനെ കൊണ്ട് വെച്ചേക്കുന്നത്? എവിടെയാന്നല്ലേ ചോദിച്ചേ? കഴുത്ത് വെട്ടിക്കളയുന്നേൻ. പറയൂ ഡോക്ടർ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആരാണെന്ന് മാത്രം പറയൂ ഡോക്ടർ. പാണ്ടി. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. നിനക്കുള്ളത് വെച്ചിട്ടുണ്ടോ?
ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നേ? ഡോക്ടർ നിന്നോട് വരാൻ പറഞ്ഞതുള്ളത് ശരി തന്നെയാ പാണ്ഡി. പക്ഷെ അവർക്ക് എന്തോ ദുരുദ്ദേശമുണ്ട്. എനിക്കെന്തോ പേടി തോന്നുന്നു. പാണ്ഡി, പാണ്ഡി, വാ പാണ്ഡി, ഇങ്ങോട്ട് വാ. എന്തിനാ വരാൻ പറഞ്ഞത്? നടന്ന കാര്യങ്ങളൊന്നും മനസ്സിൽ വെക്കരുത്. ഇതൊരു പ്രധാനപ്പെട്ട PM ആണ്. കനകിനെ കൊണ്ട് ചെയ്യിച്ചാൽ ഇത് ശരിയാകത്തില്ല. നീ തന്നെ ചെയ്യണം. ഞങ്ങളെ രണ്ടുപേരെയും ഒരേ സമയം ഇവളെ കൊണ്ട് താങ്ങാൻ പറ്റിയില്ല. അതാ ചത്തുപോയത്. ദിസ് ഈസ് സൂയിസൈഡ്. പോസ്റ്റ്മോർട്ടം നീ ചെയ്യണം. റിപ്പോർട്ട് ഡോക്ടർ മാറ്റി എഴുതിക്കോളും. ടൂൾസ് എടുക്കടാ. ഇവക്കൊരു ചേട്ടത്തി ഉണ്ടായിരുന്നു. അവളെ കിട്ടിയില്ല. കിട്ടിയിരുന്ന അവളെയും ഇവളുടെ അടുത്ത് തന്നെ കിടത്തിയനെ. വേറെ ഒന്നും വിചാരിക്കല്ലേ. ഒരു കുട്ടിയുടെ അമ്മയാണെന്ന് പോലും പറയത്തില്ല. നല്ല ചെറുപ്പക്കാരിയും സുന്ദരിയുമായിരുന്നു നിന്റെ ഭാര്യ.
ഏ